ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താ വിഷയം നമ്മളിന്ന് ലോകത്തിൽ കാണുന്ന സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ വിശുദ്ധ ബൈബിളിലെ അത് പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്രയോ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ബൈബിളിലെ എഫേസ്യർ 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു. ഇത് ദുഷ്കാലമാകയാൽ സമയം തർക്കത്തിന് ഉപയോഗിച്ചു. ഈ ദുഷ്കാലമാണെന്നുള്ളതിന് ഇന്നത്തെ സംഭവ വികാസങ്ങൾ നമുക്ക് സാക്ഷ്യം പറയുന്നുണ്ട്. ഈ ദുഷ്കാലത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ ധാരാളം ദൈവങ്ങളെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് മനുഷ്യന് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ ശരിയായ ഒരു കാഴ്ചപ്പാട് കിട്ടിയിട്ടില്ല. പല ആളുകളെ പുരാതന കാലം മുതൽ ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യരെ കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചെന്ന് തപസ്സിരുന്ന് ദൈവത്തെ കണ്ടെത്താൻ. പക്ഷേ അവർക്കൊന്നും ശരിയായിട്ട് ദൈവത്തിനെ കുറിച്ച് ഒരു ശരിയായ ഒരു രൂപം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ടായി. ലോകം ആരംഭകാലം മുതൽ തന്നെ ദൈവത്തെക്കുറിച്ച് ആളുകൾക്കൊരു ചിന്തയുണ്ടായിരുന്നു. അവർ കാണുന്നതിനെല്ലാം, കാണുന്ന കല്ലിനെയും മരങ്ങളെയും ഒക്കെ ദൈവമായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതെല്ലാം വാസ്തവത്തിൽ അതൊന്നുമല്ല ശരിയായിട്ടുള്ള സത്യദൈവം എന്ന് പറയുന്നത്. നിങ്ങളെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. ഇവിടെ ജാതിയോ മതമോ അതൊന്നും ഭാഷ ഒന്നും വിഷയമല്ല. നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതി സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ സത്യദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുക. അതായത് ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അദൃശ്യനും അരൂപിയും സർവശക്തനും സർവവ്യാപിയുമായിരിക്കുന്ന ഒരു മഹാശക്തിയാണ്. ആ ശക്തിയെ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല കണ്ടെത്താൻ. പക്ഷേ ഈ ദൈവത്തെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, വേദഗ്രന്ഥങ്ങളിൽ കൂടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടും. രണ്ടാമത്, ജീവിത അനുഭവങ്ങളിൽ കൂടെ ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ പണ്ട് ഋഷികളെ പ്രാർത്ഥിച്ചു, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ. അവരൊക്കെ ദൈവത്തെ കണ്ടെത്താനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ ആഗ്രഹിച്ച പ്രാർത്ഥനയാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ വഴി നടത്തണമേ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വഴി നടത്തണമേ, അതുപോലെ തന്നെ ഈ മരണം ഉള്ള ലോകത്തിൽ നിന്ന് അമർത്യതയിലേക്ക്, മരണമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എന്നെ വഴി നടത്തണമേ. അന്നൊക്കെ അവർ പ്രാർത്ഥിച്ചു. ദൈവം വാസ്തവത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാനായിട്ട്. അതായത് സൃഷ്ടികർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കണമെന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവം എന്ന് പറയുമ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, അദൃശ്യനാണ്, അരൂപിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സകല നന്മകളുടെ ഉറവിടം. അതായത് സത്യം, നീതി, സ്നേഹം, കരുണ, ദയ, വിശ്വസ്തത, ഇതെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവം. അതായത് ഇത് ദൈവം എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ആ ആത്മാവാണ് ഈ പറഞ്ഞ എല്ലാ നന്മകളുടെയും ഉറവിടമായിട്ടുള്ളത്. ആ ദൈവം, ആ തൃത്വമായിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ മനുഷ്യനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ഒരു തോട്ടത്തിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇവിടെ എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് നിനക്ക് തിന്നാൻ, പക്ഷേ ഒരു വൃക്ഷം മാത്രം, അതിൻ്റെ ഫലം മാത്രം നീ തിന്നരുതെന്ന് പറഞ്ഞു. അത് പക്ഷേ ഈ അദൃശ്യനായ അരൂപിയായിരിക്കും മഹാശക്തിയെ, ആ ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട് ലോകത്തിൽ. അത് ഈ ഭൂമി ഉണ്ടായതിന് മുമ്പേ തന്നെ, ഭൂമി ഉണ്ടായ ഉടനെ തന്നെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഈ ലോകത്തിലുണ്ട്. ആ ശക്തി എന്ന് പറയുന്ന ഒരു ഈവിൾ സ്പിരിറ്റ്, അശുദ്ധാത്മാവ്. ദൈവത്തിൻ്റേത് പരിശുദ്ധാത്മാവ്, മറ്റേത് അശുദ്ധാത്മാവ്. ദൈവത്തിലേക്ക് മനുഷ്യൻ അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴെല്ലാം അതിനെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവൻ്റെ
ദോഷത്തിലേക്ക് മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്ന ഒരു ശക്തിയാണത്. ഈ ശക്തി പിന്നെ സർവശക്തനായ ദൈവത്തിന് ഇതെല്ലാം അറിയാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പല പ്രാവശ്യം ദൈവം പ്രവാചകന്മാരിൽ കൂടെ പിന്നെ ഭൂമിയിൽ മനുഷ്യർക്ക് ഉപദേശങ്ങൾ കൊടുത്തു. നിങ്ങൾ ഈ പാപത്തിൽ പെടരുത്, സാത്താൻ്റെ പിടിയിൽ പെടരുതെന്ന് പറഞ്ഞ്. പക്ഷേ ആരും അതൊന്നും പാലിച്ചിട്ടില്ല. മനുഷ്യൻ്റെ വാക്ക് പാലിക്കാത്ത ഒരേ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ മനുഷ്യന് മാത്രമാണ്. കാര്യം ദൈവത്തിൻ്റെ സ്വരൂപപ്രകാരം ദൈവത്തിൻ്റെ സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യനാണ്, ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. അതേസമയത്ത് കോടാനുകൂടി ഗോളങ്ങളെ അന്തരീക്ഷത്തിൽ ദൈവം തമ്പുരാൻ ഓരോ സ്ഥാനങ്ങളിൽ ആക്കിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ വലിപ്പം നമുക്ക് ചിന്തയ്ക്കൊക്കെ അതീതമാണ്. സൂര്യനെക്കുറിച്ച് പറയുന്നത് സൺ ഈസ് ദ സ്മോളസ്റ്റ് സ്റ്റാർ എന്നാണ് പറയുന്നത്. ആ സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ അനേക മടങ്ങ് വലിപ്പമുള്ളതാണ്. അപ്പം അതിനകത്ത് ഒരു ചെറിയ ഗോളം മാത്രമാണ് നമ്മളെ താമസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സാത്താൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനായിട്ടാണ് സാക്ഷാൽ ഈ ദൈവം തന്നെ, ഈ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന അദൃശ്യനും അരൂപിയും സർവശക്തനും സർവ്വവ്യാപിയായിരിക്കുന്ന സകല നന്മകളുടെ ഉറവിടമായിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ആ ദൈവം തന്നെ മനുഷ്യനായിട്ട് ലോകത്തിൽ വന്നു. ആരാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാകുമായിരിക്കാം. അതാണ് സാക്ഷാൽ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ, ദൈവം തന്നെ ലോകത്തിലേക്ക് വന്നതാണെന്നുള്ളതിന് തെളിവുണ്ട്, ധാരാളം തെളിവുകളുണ്ട്. വെറുതെ പറഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൽ കൂടെ നമ്മളൊന്ന് എത്തി നോക്കുമ്പോഴേ നമുക്കതിന് ശരിയായിട്ടുള്ള സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തു ജനിച്ച സമയത്ത് പിന്നെ മാലാഖമാർ പാട്ടുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്. ഈ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം സകല മനുഷ്യരെ സംബോധന ചെയ്തുകൊണ്ടാണ്. കാരണം ദൈവം മനുഷ്യനെ എല്ലാം ഒരുപോലെ സൃഷ്ടിക്കുന്നത്. പിന്നെ ജാതിയും മതമൊക്കെ മനുഷ്യനുണ്ടാക്കിയത്. അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഈ സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ കണ്ടെത്തണം. ഈ പരിശുദ്ധനായിരിക്കുന്ന ആ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ ജീവിക്കണം. അതാണ് പരമപ്രധാനമായ കാര്യം. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അറിയാം, പിന്നെ അദ്ദേഹം ജനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 33.5 വർഷം ലോകത്ത് ജീവിച്ചു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കണം. കണ്ണ് കാണാൻ പാടില്ലാത്തതിന് കണ്ണിന് സൗഖ്യം കൊടുത്തു, തൊട്ടതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ മരിച്ച 4 ദിവസം കഴിഞ്ഞ് ലാസർ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കല്ലറയുടെ അടുക്ക ചെന്ന് നിന്ന് ക്രിസ്തു പറഞ്ഞു, ലാസറെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞ ഉടൻ തന്നെ അവൻ ചാടി എഴുന്നേറ്റ് വന്നതായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പലരെയും യായിറോസ് എന്ന് പറയുന്ന ഒരു ആളുടെ മകളെ മരിച്ച കുഞ്ഞിനെ ഉയർത്തി. അങ്ങനെ അത്ഭുതം മാത്രം പ്രവർത്തിച്ച്, മനുഷ്യന് നന്മ മാത്രം പ്രവർത്തിച്ച്, മനുഷ്യനെ സ്നേഹിച്ച്, മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കണമെന്നുള്ള ഒരേ ചിന്തയോടുകൂടി ഈ 33 വർഷം വളരെ കഷ്ടതയിൽ കൂടെ യേശു ക്രിസ്തു ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല. ബാക്കി ഒരുപാട് ദൈവങ്ങളുണ്ട്, അവരെല്ലാം രാജകൊട്ടാരത്തിൽ ജനിച്ചവരാണ്. അവരെല്ലാം പിന്നെ അവർക്കൊക്കെ ചില നന്മകളുണ്ടായില്ലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊന്നും അല്ല യഥാർത്ഥ സത്യദൈവം എന്ന് പറയുന്നത്. ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നത് സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് മാത്രമാണ് ക്രിസ്തുവിനെ ഈ മരിച്ചവരെ ഉയർപ്പിക്കാൻ സാധിച്ചത്. തന്നെയുമല്ല, ക്രിസ്തു നേരത്തെ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിന്നെ ഋഗ്വേദത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുരുഷ സൂക്തത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഖുറാനിനകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ യേശുക്രിസ്തുവാണ് യഥാർത്ഥ സത്യദൈവമെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ജനനം, മരണം ഇതെല്ലാം നമുക്കതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ക്രിസ്തുവിനെ പിന്നെ എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്തു, ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് ധാരാളം ആളുകൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ വന്നു. അപ്പോൾ അന്നത്തെ മത നേതാക്കന്മാർ, അതായത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്തിരുന്ന അന്നത്തെ അധികാരമാർഗം
ഈ ക്രിസ്തുവിനെ ഏതെങ്കിലും രീതി നശിപ്പിക്കാൻ വയ്ക്കണമെന്ന് തീരുമാനിച്ചു. അവരെ അതിനുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കി. പിന്നെ കുറേ ഒരു 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 ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യനെ തന്നെ അതിനെ കരുവാക്കിക്കൊണ്ട് അവന് ചോദിച്ച പൈസ എല്ലാം കൊടുത്ത് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാം എന്നുള്ള ഉറപ്പിൽ ക്രിസ്തുവിനെ അവർ വന്ന് ഒരു രാത്രിയിൽ വന്ന് പിടിച്ച് കെട്ടുകയാണ്. ക്രിസ്തുവിന് അന്ന് 12 ശിഷ്യന്മാരേ ഉള്ളൂ. പക്ഷേ ഇവരെ ആയുധധാരികളായ ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത്. ദുഷ്ടന്മാരായ കുറേ ആളുകളെയും കൂട്ടിക്കൊണ്ട് അവർ ക്രിസ്തുവിനെ അവർ വിലങ്ങ് വെച്ചു. അത് കഴിഞ്ഞിട്ട് രാജാവ് ചക്രവർത്തികളൊക്കെ കൊണ്ടുപോയി. ഈ പീലാത്തോസ് എന്ന് പറയുന്ന ചക്രവർത്തി, ആ ചക്രവർത്തികളൊക്കെ ചെന്ന് യേശു ക്രിസ്തുവിനെ അദ്ദേഹം വിസ്തരിച്ചിട്ട് ആ പീലാത്തോസ് ന്യായാധിപൻ പറയുകയാണ്, ഈ മനുഷ്യനിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. അപ്പോൾ ഈ മനുഷ്യനിൽ അത് ശിക്ഷിക്കാനും വിടാനും കഴിവുള്ള ആളാണ് ഈ പീലാത്തോസ്. അദ്ദേഹം പറയുകയാണ്, ഈ മനുഷ്യനിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല, ഒരു കുറ്റവും കാണുന്നില്ല. പക്ഷേ ഈ ജനങ്ങളെ ദുഷ്ടന്മാരായ ഈ മനുഷ്യരും നേതാക്കന്മാരും എല്ലാം കൂടെ ആർത്തി വിളിച്ചു, അവനെ ക്രൂശിക്കുക എന്ന്. വേറെ അവർക്കൊന്നും കാരണം പറയുന്നില്ല. അവസാനം പീലാത്തോസ് നിവൃത്തിയില്ലാത്ത വന്ന് ഈ ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് തീരുമാനിച്ചു. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പൊതുവെ എല്ലാവരും കൈ കഴുകി മാറിയതായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ക്രിസ്തുവിനെ അവർ കൊണ്ട് ചാട്ടവാർ കൊണ്ട് അടിച്ച് പുറമെല്ലാം കീറി. അതുപോലെ മുള്ളുകൊണ്ട് കിരീടം ഉണ്ടാക്കി തലയിൽ വെച്ച് ആഞ്ഞടിച്ചു. ഈ യാതൊരു തെറ്റും ചെയ്യാതെ മനുഷ്യൻ നന്മ മാത്രം പ്രവർത്തിച്ച ഈ ക്രിസ്തുവിനെ അവർ ചെയ്യാവുന്ന എന്തെല്ലാം ദ്രോഹം ചെയ്യും അത് ചെയ്തു, അധിക്ഷേപിച്ചു. അവസാനം ക്രൂശിൽ കൊണ്ടുവന്ന് താഴ്ച്ചു. വലിയ നീണ്ട ആണികളെ ഈ ശരീരത്തിൽ അടിച്ചു കയറ്റി. അവസാനം ഒരു പടയാളി വന്നിട്ട് ചങ്കിന് നേരെ കുത്തി. അന്നേരം ക്രിസ്തു അവിടെ കിടന്ന് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാമോ? പിതാവേ, ഇവരറിയാതെ ചെയ്യുന്നതാണ്, ഇവരോട് ക്ഷമിക്കണേ. ഇങ്ങനൊരു ക്ഷമ, ഇങ്ങനൊരു സ്നേഹം, ഇങ്ങനൊരു ദയ, ഇങ്ങനൊരു കരുണ, ഇങ്ങനൊരു സ്വഭാവം വേറെ എവിടെ നമുക്ക് കാണാൻ സാധിക്കും? എവിടെയുണ്ട്? അവസാനം ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ക്രിസ്തുവിനുണ്ടായിരുന്നത്. അവസാനം അവർ പിടിച്ചു കല്ലറയിൽ മരിച്ചു കഴിഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ വന്നിട്ട് ഈ ഇദ്ദേഹത്തിന് ക്രിസ്തുവിൻ്റെ ശരീരം എടുത്ത് ഒരു കല്ലറയിൽ അടക്കി ക്രിസ്തു പറഞ്ഞതുപോലെ അന്ന് വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. ശനിയാഴ്ച ഒന്നും നടന്നില്ല. ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഭൂമി കുലുക്കമുണ്ട്. അവിടെ ക്രിസ്തുവിൻ്റെ ആ കല്ലറയുടെ വാതിക്ക് ഒരു വലിയ കല്ല് പിടിച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കല്ല് തന്നെ തെറിച്ചു പോയി. പാറയിൽ തീർത്തിരുന്ന കല്ലറ പൊട്ടിത്തെറിച്ചു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ജീവൻ്റെ ഉടയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു 40 ദിവസങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ക്രിസ്തു എല്ലാവരും ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. ആ ക്രിസ്തു ആ കൊടുങ്കാറ്റിൽ ഇങ്ങനെ ഉയർന്നു പോയി. കുറേ കഴിഞ്ഞപ്പോൾ മേഘം വന്ന് അവിടെ മൂടി. അവിടെ 2 ദൈവദൂതന്മാരെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ശിഷ്യന്മാരോട് ചോദിച്ചു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു പോയതുപോലെ തന്നെ വീണ്ടും വരും. ദൈവത്തിൻ്റെ വചനത്തൊന്നും ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ വീണ്ടും വരുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കാം. ഒരേ കാര്യം മാത്രം ചെയ്താൽ മതി. നമുക്കതിനു വേണ്ടി വേറെ ഒന്നും ഒരു പുണ്യസ്ഥലങ്ങളിലും പോകണ്ട. നമ്മളെ നേരിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മുടെ പാവങ്ങളെക്കുറിച്ച് ഏറ്റുപറയണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് മാറും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. പഴയ സ്വഭാവങ്ങളെല്ലാം മാറും, പുതിയ മനുഷ്യനായിട്ട് മാറും. ആ ഒരു മാറ്റം ഏത് മനുഷ്യനിലും ഉണ്ടാകുന്നുണ്ടോ അവൻ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിന് രക്ഷ. നമുക്ക് മനുഷ്യന് ശരീരം, ദേഹം, ദേഹി, ആത്മാവ് 3 കാര്യമാണുള്ളത്.
ഈ ദേഹം എന്ന് പറയുന്നത് നമ്മൾ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന, പക്ഷേ ഈ ദേഹി അല്ലെ ജീവൻ വിട്ടു കഴിഞ്ഞാൽ അതെടുത്ത് പിന്നെ കത്തിച്ചു കളയോ അല്ലെ തുരന്നിടുകയോ ചെയ്തുള്ളൂ. അത് പിന്നെ അശുദ്ധമായിട്ട് മാറുക, അതിനൊരു പ്രസക്തിയില്ല. പക്ഷേ മനുഷ്യനല്ല അതിനുവേണ്ടി മാത്രമായി ഇപ്പോൾ ജീവിക്കുന്നത്. അത് അവൻ്റെ സ്വാർത്ഥ പിന്നെ ഇവിടാണ് ഈ ലോകം എന്നുള്ള ചിന്തയിൽ അത് പ്രവർത്തിക്കുക. എന്നാൽ ഉള്ളൂർ എസ് പരമേശ്വരയെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമുക്ക് നമ്മൾ തന്നെയാണ് ഭൂമിയിൽ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത്. നമ്മുടെ മുമ്പിൽ രണ്ട് വഴിയുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ വഴി, സത്യവും നീതിയും സ്നേഹവും കരുണയും വിശ്വസ്തതയും ദയയും ഒക്കെ ഉള്ള ആ ഒരു വഴി. രണ്ടാമത്തേത് സാത്താൻ്റെ വഴി, കൊല്ലും കൊലയും അസൂയയും അഹങ്കാരവും ദേഷ്യവും കോപവും ക്രോധവും എല്ലാ ദോഷങ്ങളും ഉള്ള വഴി. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ തീരുമാനിക്കണം ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് പിന്നെ ഉള്ളൂർ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമുക്ക് സ്വർഗവും നരകവും നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നത്. ഹിന്ദി ഭാഷയിൽ പിന്നെ നമ്മൾ ആളുകളെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ നോക്കിയത് മരിച്ചവരെല്ലാം മണ്ടന്മാർ, നമ്മളെല്ലാവരും മിടുക്കന്മാരാണ്. അത് തെറ്റായ ചിന്തയാണ്. നമ്മുടെ സ്ഥിതി ഇത് തന്നെ. പിന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എണ്ണീടുകാർക്കും കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത്, എണ്ണീടുകാർക്കും ഇതുതാൻ ഗതി സാധ്യം എന്ത് കണ്ണീരിനാൽ അവനി വാഴുകിനാവു കഷ്ടം. എല്ലാ മനുഷ്യരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. കബീർ ഒരു ദോഹയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്, മാലി ആവത്ത് ദേഖ് കരി കലിയാം കരി പുക ഫൂലെ ഫൂലെ ചൂൻ ലിയ കാൽഹി ഹമാരി ബാർ. അതായത് യജമാനൻ, തോട്ടത്തിൻ്റെ യജമാനൻ പൂവിറക്കാനായിട്ട് വരുമ്പോൾ പൂമൊട്ടുകൾ വിളിച്ചു പറയുന്നതാണ്, ദാ യജമാനൻ വരുന്നു, ഇന്നാണ് പിന്നെ പുഷ്പിച്ചതല്ല വിടർന്നതല്ല ഇന്ന് എത്തിക്കൊണ്ട് പോകും. പക്ഷേ കാലിഹമാരി ബാർ, നമുക്ക് നാളത്തെ ദിവസം നമുക്കുള്ളതാണ്. ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. ജീവിതം പിന്നെ ഇവിടെ എത്ര വലിയ നേതാവാന്ന് പറഞ്ഞാലും, എത്ര പണം വാരിക്കൂട്ടിയെന്ന് പറഞ്ഞാലും, എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതെല്ലാം അർത്ഥശൂന്യമായി. ഇതെല്ലാം ഇട്ടിട്ടേ പോകത്തുള്ളൂ. ഒരു മനുഷ്യനും അത് കൊണ്ടുപോയിട്ട് ഒരു ചരിത്രമില്ല. അതുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവാണ് രക്ഷയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ക്രിസ്തുവിൻ്റെ ചില പ്രത്യേകതകൾ മാത്രം ഒന്ന് സൂചിപ്പിക്കട്ടെ. ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ക്രിസ്തു പറഞ്ഞിരിക്കുന്ന, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ രക്ഷിക്കുന്നതിനത്രേ ലോകത്തിൽ വന്നത്. ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക. രണ്ടുടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ. നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കുക. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? ഒരു കാര്യം കൂടെ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ് ഞാൻ. യേശുക്രിസ്തുവിൻ്റെ ചില സവിശേഷതകൾ, അതായത് സ്വർഗസ്ഥനായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ലോകത്തിൽ വന്നു. യേശുക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ച് എല്ലാ ഭൗതിക സുഖങ്ങളും ത്യജിച്ച് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചു. ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ. കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് കാലത്തിൻ്റെ അമരക്കാരനായി നിലകൊള്ളുന്നു. മരിച്ചുയർത്തി ഇന്നും ജീവിക്കുന്ന ചരിത്രം ക്രിസ്തുവിന് മാത്രം. പ്രിയ സ്നേഹിത, താങ്കൾ നിഷ്പക്ഷമായി ചിന്തിക്കുക. യേശു ക്രിസ്തുവിനെ പോലെ അത്ഭുതകരമായി ജനിച്ചവൻ ആരുണ്ട്? ക്രിസ്തുവിനെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ജീവിച്ചവർ ആരുണ്ട്? ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി മരിച്ചവർ ആരുണ്ട്? ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം വേറെ എവിടെയുണ്ട്? ചിന്തിക്കുക. ഇത് കേട്ടില്ല അറിഞ്ഞില്ല എന്ന് വരരുത്. സകല നമ്മൾ ദൈവത്തെങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരും. പഴയ കാര്യങ്ങളൊന്നും ദൈവം നോക്കത്തില്ല. നമ്മുടെ ഹൃദയം താഴ്ത്തി ദൈവത്തെങ്കിലേക്ക് വരണം. പാപത്തെ കുറിച്ച് ഏറ്റുപറയണം.
അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരും, നമ്മൾ പുതിയ സൃഷ്ടിയായി തീരും. അതിന് മറ്റ് ഒരു സാമ്പത്തിക നഷ്ടമുള്ളതല്ല, ഒരു പിന്നെ പിൽഗ്രിം സെൻറ്ററിലേക്കും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ പരമ പരിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട്, ആ സത്യദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുക. ദൈവത്തോടു കൂടി ജീവിക്കുന്നത് ഇവിടുത്തെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടും. മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടൊപ്പം ആയി തീരാൻ സാധിക്കും. അതേസമയത്ത് പൈശാചിക ശക്തിയിൽ ജീവിച്ചാൽ താൽക്കാലികമായ നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതെല്ലാം നാശത്തിലേക്ക് കലാശിക്കും. അവസാനം നിത്യനാശത്തിലേക്ക് നമ്മൾ പോകും. നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് ഓരോരുത്തരിലും പ്രവർത്തിച്ച് പുതിയ ഒരു രൂപാന്തരം ഉണ്ടാക്കി ദൈവഭാഗത്തിലേക്ക് വരാനായിട്ട് സർവശക്തൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.